മുസ്ലിം ഐക്യം തെറ്റിദ്ധരിക്കരുത്, വളരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു വാക്കാണിത്. നമ്മൾ ഈ LDF UDF ചർച്ചയിൽ പോലും, ഞാനത് ബോധപൂർവം പറയുന്നത് അങ്ങനെ ഒരു അജണ്ട വെച്ചിട്ടൊന്നുമല്ലേ, ലോകത്തെവിടെ വിഷയമുണ്ടായാലും ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ഈ കാണുന്ന 20 കോടി മുസ്ലിങ്ങളും ഒറ്റ രാഷ്ട്രീയ പാർട്ടിയിലായാൽ എന്തായിരിക്കും ഭീകരത, എന്തായിരിക്കും അതിൻ്റെ ഒരു അപകടസ്ഥിതി ഇന്ത്യയിൽ? നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു മാറ്റർ ഓഫ് ഫാക്ട് ചിന്തിക്കണ്ടേ? ഓക്കെ, ഇന്ത്യയിൽ 20 കോടി മുസ്ലിങ്ങൾ ഒന്നിച്ചു, എന്നിട്ട് അടുത്ത ചോദ്യം, എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. എന്താ അവിടെ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കുള്ള ഏറ്റവും നല്ല മാർഗം ഇന്ത്യയിൽ മതേതരത്വത്തെ അംഗീകരിക്കുന്ന, ഭരണഘടനയെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായി മാറുകയോ രാഷ്ട്രീയ പാർട്ടികളിൽ ചിതറുകയോ ചെയ്യുക എന്നുള്ളതാണ്. യാഥാർത്ഥ്യം അതാണ്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ എന്ന് പറഞ്ഞാൽ എന്താ? അത് മുസ്ലിങ്ങൾ അന്യോന്യം എതിർക്കരുത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പണി കൊടുക്കരുത് എന്ന സാമൂഹികമായ അർത്ഥത്തിലുമാകാം. പക്ഷെ അടിസ്ഥാനപരമായ അർത്ഥം നിങ്ങൾ ഭിന്നിക്കേണ്ടി വരുന്ന വിധം എഴുത്തിക്കാതിൽ പിഴക്കരുത് എന്നാണ്. അത് നമ്മൾ ആരും പറയൂല. ഇവിടെ ഭിന്നിപ്പിന്റെ കാരണം എന്താ? എന്തുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റുകൾ, പാൻ ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റുകൾ, മറ്റ് പല ആശയങ്ങളായിട്ട് മുസ്ലിങ്ങൾ ഭിന്നിക്കുന്നത്? ആശയപരമായ അഖീദയിലുള്ള സ്ഖലനങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഭിന്നിക്കേണ്ടി വരുന്ന തരത്തിൽ അഖീദയിൽ സ്ഖലനങ്ങൾ സംഭവിക്കരുത്. ഒറ്റക്കെട്ടായി അഹ്ലുസുന്ന വൽ ജമാഅയുടെ പാശത്തിൽ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് ഭിന്നിക്കേണ്ടി വരില്ല എന്ന സന്ദേശമാണ് വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. അല്ലാതെ എല്ലാവരും ഒറ്റ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക എന്നുള്ളതിന്റെ ആയത്തെ അല്ല വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. യാഥാർത്ഥ്യമാണ്. നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, അത് മറ്റൊരു വിഷയം. പക്ഷെ അതിനു വേണ്ടി ഇതിനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോ മുസ്ലിം ഐക്യത്തെ ഞാൻ എതിർക്കുകയല്ല. മുസ്ലിം സാഹോദര്യം ആഗോളാടിസ്ഥാനത്തിലുണ്ട്. ഇപ്പോ ഫലസ്തീൻ ഗാസ വിഷയത്തിൽ നോക്ക്, ഹമാസ് ആദർശപരമായി നോക്കിയാൽ ഇഖ്വാനുൽ മുസ്ലിമീങ്ങളിലേക്ക് അവർക്ക് ചായ്വുണ്ട്. പുതിയ കാലത്ത് കുറച്ചൊക്കെ ഹിസ്ബുള്ളയുമായി ടൈപ്പായി, ഇറാനുമായി ടൈപ്പായി ഒരു ഷിയ പൊളിറ്റിക്സ് കൂടി അവർക്കുണ്ട്. പക്ഷേ നമ്മൾ ഗാസയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? ഗാസയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമാണ് ഹമാസ്. നമ്മൾ അവിടെ ആദർശപരമായി നേരിയ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഹമാസിന്റെ കൂടെയല്ല ഇസ്രായേലിന്റെ കൂടെയാണെന്ന് മഅദല്ലാഹ് തെറ്റിപ്പോയിട്ടെങ്കിലും പറയാറുണ്ടോ? ഇല്ല, ദുആ ചെയ്യാറുണ്ട്. കാരണം അതൊരു മറ്റൊരു ഹൈഫിയത്താണ്. അവിടെ ലോക മുസ്ലിം സാഹോദര്യം എന്ന് പറയുന്ന വേറൊരു വിധാനതയിലാണ് അത് പോകുന്നത്. ഇപ്പോ നമ്മളിപ്പോ ഇറാന്റെ കൂടെയാണോ അമേരിക്കയുടെ കൂടെയാണോ എന്നൊരു വളരെ ഫ്രാങ്കായ ഒരു ചോദ്യം വന്നു. അവിടെ മറ്റൊരു ഹൈഫിയത്താണ് നമുക്കുള്ളത്. നിയമവിധേയമല്ലാതെ നിലനിൽക്കുന്ന സർക്കാരിനെ ആര് ഭരിക്കുകയാണെങ്കിലും അട്ടിമറിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ അഖീദയുടെ ഭാഗമായ, ഫിഖ്ഹിന്റെ ഭാഗമായ തത്വമാണ്. അങ്ങനെയാണെങ്കിൽ ഒരാവശ്യവുമില്ലാതെ പസഫിക് സമുദ്രത്തിന്റെ അപ്പുറത്തുള്ള പടിഞ്ഞാറേ ഭൂമിയുടെ എൻഡിലുള്ള അമേരിക്കക്ക് മധ്യധരണ്യാഴിയിൽ വന്നിട്ട് ഇറാനെ അട്ടിമറിക്കേണ്ട ഒരു കാര്യവുമില്ല. അത് ജൗറാണ്, അത് ഹറാമാണ്. ആ സെൻസിൽ നമ്മൾ ഇറാന്റെ കൂടെയാണ്. ഇറാൻ എന്ന് പറയുന്ന ഒരു പരമാധികാര റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കൽ ശരിയല്ല. അല്ലാതെ എന്തിന്റെ പേരിലല്ല. ഇറാൻ എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയായ ഒരു ഇസ്ലാമിക ഭരണകൂടമാണ്. ആ ഇമാമാണ് ലോക മുസ്ലിങ്ങളുടെ ഇമാം എന്ന കാഴ്ചപ്പാടിലല്ല. അപ്പൊ മുസ്ലിം സാഹോദര്യം ആഗോളാടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തേണ്ട ചില മാനങ്ങളുണ്ട്. സാമ്രാജ്യത്വത്തെ എതിർക്കേണ്ട ചില മാനങ്ങളുണ്ട്. ഇവിടെ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞൊരു വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം സമയമായി. നമ്മുടെ നാട്ടിലുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മളതിനെ പ്രത്യയശാസ്ത്രപരമായിട്ട് കൂടി സമീപിക്കണം. ഇപ്പോ നേരത്തെ ആമുഖത്തിൽ ഫാർ റൈറ്റ് എന്നൊരു വാക്ക് ഫാരിസ് പറഞ്ഞു. അതായത് മനുഷ്യരെ ഏകോപിപ്പിക്കുവാനുള്ള ഒരുപാട് ഈ ദേശരാഷ്ട്രാതിർത്തി സങ്കല്പങ്ങളിൽപ്പെട്ട ഒരു ഏകകമാണ് വംശീയ ബോധം, റൈസിസം. ഇപ്പൊ ലോകത്തിന് പല രാജ്യങ്ങളെയും നയിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഈ തീവ്ര വലത് വംശീയ രാഷ്ട്രീയം എന്ന് മലയാളത്തിൽ പറയും. റിപ്പബ്ലിക്കൻ പാർട്ടീസ് ഏകദേശം യൂറോപ്യൻ വലതുപക്ഷ റിപ്പബ്ലിക്കൻ പാർട്ടീസ് അതാണ്. അമേരിക്ക ഭരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി അതാണ്. ഒരു പരിധിയോളം നമ്മുടെ നാട്ടിൽ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയും ഒരു പരിധിയോളം അതാണ്.
അതങ്ങനെയാണ് മനുഷ്യരെ കാണുന്നത്. ചില വിഭാഗങ്ങൾ മറ്റു ചില വിഭാഗങ്ങളെക്കാൾ മുൻപന്തിയിലാണ്. ഇത് വളരെ നിരീശ്വരവാദപരമായിട്ടുള്ളൊരു പ്രത്യയശാസ്ത്രമാണ്. സോഷ്യൽ ഡാർവിനിസത്തിലേക്ക് കൂടി പോകുന്ന, ഞാൻ സങ്കീർണമാക്കുകയല്ല, അതായത് ആരാണോ നിറം കൊണ്ടോ ജാതി കൊണ്ടോ വർണ്ണം കൊണ്ടോ ഡൊമിനന്റ് ആയിട്ടുള്ളത്, അവരുടെ ശരിയും അവരുടെ സന്തോഷവുമാണ് ആ രാഷ്ട്രത്തിൽ നടപ്പിൽ വരുത്തേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് നിരീശ്വരവാദികളുണ്ടായിരുന്നു. ഫ്രെഡറിക് നീഷയാണ് ഇങ്ങനൊരു അടിസ്ഥാനം തന്നെ കൊണ്ടുവന്നത്. പിന്നെ ആധുനിക നാസ്തികതയിൽപ്പെട്ട റിച്ചാർഡ് ഡോക്കിൻസ് അടക്കമുള്ള, ക്രിസ്റ്റഫർ ഹിച്ചൺ അടക്കമുള്ള ആളുകളൊക്കെ ഈ ഒരു നയത്തിന്റെ സൈദ്ധാന്തികരാണ്. യൂജനിസം എന്നൊക്കെ പഴയ കാലത്ത് പറയും. ഞങ്ങളുടെ വർഗമേ ഇവിടെ ഉണ്ടാവേണ്ടതുള്ളൂ. ഇനി ഞങ്ങളുടെ വർഗമല്ലാത്തവരും ഇവിടെ ഉണ്ടെങ്കിൽ, അവരും കൂടി വേണമെങ്കിൽ അവരുടെ ഏകധർമ്മം, നീഷയുടെ ഒരു കോട്ട് മാത്രം ഞാൻ ഉദ്ധരിക്കട്ടെ, ഉയർന്നവർക്ക് സന്തോഷിക്കാൻ വേണ്ടി സ്വന്തം മുതുക് കുനിച്ചു കൊടുക്കലാണ് താഴ്ന്നവരുടെ കടമ. 2018 പ്രളയം ഉണ്ടായപ്പോ ഒരു താനൂർക്കാരനുണ്ടായിരുന്നു. അതാ പിന്നീട് അല്ലേ, അദ്ദേഹത്തിന്റെ മുതുക് വെച്ചു കൊടുത്ത് തോണിയിലേക്ക് കയറാൻ. ഇതിന്റെയൊക്കെ കൂലി അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. അതേപോലെ ആരാണോ ഡൊമിനേറ്റ് ആയിട്ട് കിടക്കുന്നത്, അത് ചിലപ്പോൾ നിറം കൊണ്ടായിരിക്കും, ചിലപ്പോൾ നിർമ്മിക്കപ്പെട്ട നിറബോധം, നിർമ്മിതമായിട്ടുള്ള വർഗബോധം. നമുക്ക് ഓരോ പേര് പറയുമ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു കൊടുക്കണം? അവര് നടുപ്പുറത്ത് പിച്ചാത്തി കത്തി കൊണ്ട് ഓം എഴുതുമ്പോൾ നമ്മൾ കരഞ്ഞു കൊടുക്കണം. ഇതാണ് പ്രകൃതി നിയമം എന്നാണ് ഇവരുടെ സിദ്ധാന്തം. കാരണം അപ്പോഴേ അവർക്ക് സന്തോഷമാവുകയുള്ളൂ. നമ്മൾ ഇരവാദം പറഞ്ഞുകൊണ്ടേയിരിക്കണം, അപ്പോഴേ അവർക്ക് സന്തോഷമാവുകയുള്ളൂ. അപ്പൊ അവരുടെ സന്തോഷത്തിന് വേണ്ടി കുനിഞ്ഞു കൊടുക്കലാണ് മറ്റുള്ളവരുടെ സാമൂഹിക ജൈവികമായ പ്രകൃതി നിയമം അനുശാസിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധമാണ് ഫാർ റൈറ്റ് രാഷ്ട്രീയ ബോധം. അപ്പോ നമ്മളിങ്ങനെ ചിന്തിക്കും, ഇവർക്കെങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ മീത്ത് ബോംബിടാൻ പറ്റുന്നത്? ഇവർക്കെങ്ങനെ ഓക്സിജൻ സിലിണ്ടർ നിഷേധിക്കാൻ പറ്റുന്നത്? അവരെ നയിക്കുന്ന പ്രത്യയശാസ്ത്രം യൂജനിക്ക് പ്രത്യയശാസ്ത്രമാണ്. ഈ കുഞ്ഞുങ്ങൾ മരിക്കേണ്ടവരാണ്, ഇവര് ശ്വാസം മുട്ടി പിടയേണ്ടവരാണ്. അവർക്കങ്ങനെ ഒരു ഭൗതികമായ ആത്മീക ബോധം അവരെ നയിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ഇന്നത്തെ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പൊളിറ്റിക്സിനെതിരാണ് നമ്മൾ, അടിമുടി എതിരാണ്. ആ ഒരു ലക്ഷണങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിലും നാം കാണുന്നു. അതിനെ നാം എതിർക്കേണ്ടത് ഈ സൈദ്ധാന്തികമായിട്ടുള്ള പ്രതലത്തിൽ വെച്ചുകൊണ്ടാണ്. ഈ സൈദ്ധാന്തികമായ പ്രതലം എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയം ഏതാണ്? എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു സാധനം. അതുകൂടി ഫാരിസ് അതിന്റെ സമാപനത്തിൽ കൂട്ടിച്ചേർക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. റൈസ് കൊണ്ട് പറ്റില്ല, എത്നിസിറ്റി കൊണ്ട് പറ്റില്ല, മറ്റൊരു തൊഴിലാളി സ്വത്വത്തെ മുൻനിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തപ്പോൾ നടന്നിട്ടില്ല, ദേശീയ സ്വത്വം മുൻനിർത്തിയിട്ട് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ഈ പറയുന്ന വിഭാഗങ്ങൾ നടത്തിയപ്പോൾ എല്ലാ മനുഷ്യരെയും ഒരുമിക്കാൻ പറ്റിയിട്ടില്ല. ലോകത്തെ എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കുവാൻ ഒറ്റ ഒരു സ്വത്വമേ ഉള്ളൂ. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുൻനിർത്തിയ ആത്മീക സ്വത്വം. ആത്മീക സ്വത്വത്തിന്റെ പ്രത്യേകത, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ആ സാധനമുണ്ട്. എല്ലാവരുടെ ഉള്ളിലുമുള്ള ഒന്ന് വെച്ചിട്ട് സംസാരിക്കുമ്പോഴല്ലേ എല്ലാവർക്കും അതിനോട് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാവരും ബ്രാഹ്മണന്മാരാവൂല, എല്ലാവരും ഇന്ന നാട്ടുകാരാവൂല, എല്ലാവരും തൊഴിലാളിയാവൂല, എല്ലാവരും മുതലാളിയാവൂല, എല്ലാവരും ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ ഉള്ളവരാവുകയില്ല. അപ്പൊ ഭൂമിയിലുള്ള 800 കോടി മനുഷ്യരെയും ഏകോപിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്സ് സാധ്യമാണെങ്കിൽ, അതിന്റെ ആവശ്യമില്ല, സൈദ്ധാന്തികമായിട്ട് സാധ്യമാണെങ്കിൽ ആത്മീക മൂവ്മെന്റുകൾ കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആ ആത്മീക മൂവ്മെന്റുകൾ അധികാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതുമല്ല, മനുഷ്യന്റെ ഹൃദയ സംസ്കരണവുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവർക്കുള്ളിലുമുള്ള ഒരു സാധനത്തെ മുൻനിർത്തി സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഐഡന്റിറ്റിയെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുക എന്നൊന്നുമല്ല ഈ പറയുന്നത്, എന്നൊന്നുമല്ല എന്ന് പോലും പറയണ്ട. ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് എന്തിന്റെ തന്നെ താല്പര്യം. ഇബാദത്തും തഅവത്തും സാധ്യമാവുക എന്നുള്ളതിന്റെ താല്പര്യം. ഇപ്പോ 5 നേരത്തെ വാങ്ക് ഒരു ദഅവത്താണ്, ഈ തലയെക്കെട്ടൊരു ദഅവത്താണ്, തൊപ്പി ഒരു ദഅവത്താണ്, വെള്ളക്കുപ്പായം ദഅവത്താണ്, സംസാരിക്കാതെയുള്ള പ്രതിനിധാനങ്ങളാവുക എന്നുള്ളത് ദഅവത്താണ്, അടയാളങ്ങൾ ബാക്കിയാക്കുക എന്നുള്ളത് ദഅവത്താണ്. അതിവിടെ നടക്കുന്നുണ്ട്. പാർലമെന്റിലും നിയമസഭയിലും അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യൽ പോലും ദഅവത്താണ്. അതുകൂടി പറയണം.
ദൈവത്തിന്റെ പേരിൽ എന്ന് ആർക്കെങ്കിലും വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാതെ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ മുതൽ പാർലമെന്റ് മെമ്പർമാർ വരെ അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത് ഒരു ദഅവത്താണ്. ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടന സമ്മതിക്കുന്നതാണ്. ഈ ഭരണഘടനയോട് സന്ധി ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഇത്രയും മനോഹരമായ ഭരണഘടന ലോകത്ത് ഒരുപക്ഷെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇല്ലതാനും. ലോകത്തെ എല്ലാ നല്ല ഭരണഘടനയുടെ നല്ല വശങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാമല്ലോ പ്രവാസ ലോകത്ത് പോയാലുള്ള പരിമിതികൾ. നമ്മളിത് പറയുമ്പോഴും നമ്മുടെ രാഷ്ട്രത്തെ ഒരിക്കലും ചെറുതാക്കരുത്. രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. അതേസമയം ആ പ്രശ്നങ്ങളെ മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെക്കാനിസം ഭരണഘടന ഇവിടെയുണ്ട്. ഏറ്റവും നല്ല ഭരണഘടനയും അതിനെ കൈയാളുന്നവർ അത്ര പോരാത്തവരുമായി എന്നുള്ള പ്രതിസന്ധി അല്ലാതെ പ്രതിസന്ധികൾ മറികടക്കാനുള്ള രാഷ്ട്രീയ വഴികൾ ഇവിടെ ഉണ്ടെന്നിരിക്കെ നമ്മൾ വല്ലാതെയുമാവണ്ട, ഇല്ലാതെയുമാവണ്ട. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത. അതാണ് മനീഷയുടെയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും സന്ദേശം. അന്ത്യനാളോളമുള്ള മനുഷ്യ സമൂഹത്തിന്റെ രാജ്യാധികാരം നിയന്ത്രിക്കുന്ന ആളുകൾക്കും മാതൃകയുണ്ട്. നമ്മളങ്ങനെയല്ലേ പറയൽ, ഉത്തമ ഭർത്താവിനുള്ള മാതൃക, കച്ചവടക്കാരന്റെ മാതൃക, സേനാനായകന്റെ മാതൃക, ഭരണാധികാരിയുടെ മാതൃക. ആ മാതൃക സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും പരമമായ ഒരു ആശയതലം. ഒരുപക്ഷെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ 40 കൊല്ലം മുമ്പ് ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് സമസ്തയുടെ 60ാം വാർഷിക പ്രസംഗത്തിൽ നടത്തിയിട്ടുണ്ട്. അന്ന് ഇത്ര ശക്തമായിട്ട് ഒരുപക്ഷെ ഈ ചർച്ച ഉണ്ടാവുകയില്ല. ഇന്ന് ഇതിന്റെ ലിറ്ററസി സമുദായത്തിന് വളരെ ആവശ്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഗതി ഈ ലിറ്ററസിയാണെന്ന് വരെ ഒരുപക്ഷെ തോന്നും. കാരണം ദൈനംദിന വ്യവഹാരം മുഴുവനും രാഷ്ട്രീയ ചർച്ചകളിലാണ് നമ്മളുള്ളത്. അദ്ദേഹം ഈ അത്രയും കൊല്ലം മുമ്പ് 985 60ാം വാർഷിക സമ്മേളനം, അതിൽ അദ്ദേഹം ഈ വിഷയം പറയുന്നു. ഭൂമി മുഴുവനും ഇസ്ലാമിന്റെ അധീനതയിൽ കൊണ്ടുവരുമ്പോഴല്ല ഇസ്ലാം വിജയിക്കുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇസ്ലാമിനില്ല. അതിന്റെ ഒരു ഫിലോസഫി ഞാൻ ആദ്യം പറഞ്ഞു. ഭൂമിയല്ല നമ്മുടെ പരിഗണന, അത് നിരീശ്വരവാദികളുടെ പരിഗണനയാണ് ഭൂമി, ഭൗതികവാദികളുടെ പരിഗണനയാണ് ഭൂമി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയെല്ലാം മറ്റു മനുഷ്യർക്ക് മാതൃകയാവുന്ന തരത്തിലുള്ള മനുഷ്യരുണ്ടാവലാണ് ഇസ്ലാമിന്റെ വിജയം. മഹാത്മാക്കൾ എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതൊന്നും ഉണ്ടാകും. മനുഷ്യരുള്ള കാലം മുതൽ എന്നൊക്കെ ഇവിടെ മനുഷ്യ സമൂഹമുണ്ടോ ആ കാലങ്ങളിലേക്ക് മുഴുവനും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മറ്റുള്ളവർക്ക് കാണിക്കുന്ന മനുഷ്യരോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെങ്കിലും ഭൂമിയിൽ ഇസ്ലാമികമായി ജീവിക്കുന്ന സ്ഥിതിയിൽ ഉണ്ടാവുക. അതാണ് ഇസ്ലാമിന്റെ വിജയം. കാരണം പ്രവാചകത്വത്തിന്റെ നിയോഗത്തിന്റെ ഉദ്ദേശം തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂല യസ്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഉണ്ടാക്കാൻ വേണ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചു. ഒരിടത്തും ഖുർആനിൽ സൂചന മുഖേനയുമില്ല, വ്യംഗ്യമായുമില്ല, നഗ്നമായിട്ടുമില്ല. മറിച്ചുള്ളത് പറഞ്ഞയച്ചത് എന്തിനു വേണ്ടിയാണ്? യസ്ലു അലൈഹിം ആയാതിഹി, ദൈവികമായ ഇലാഹികമായ കുറിമാനങ്ങൾ, അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹിനോട് സ്നേഹമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് വയുസക്കീഹിം, അവരെ മാനസികമായി സംസ്കരിക്കാൻ വേണ്ടിയാണ്. ശംസുൽ ഉലമയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരെ മഹാത്മാക്കളാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഈ മഹാത്മാക്കളാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ജപമാലയും പിടിച്ചുകൊണ്ട് ഏതെങ്കിലും പർണശാലയിൽ അടങ്ങിയിരിക്കുക എന്നൊരു വ്യാഖ്യാനം ബോധപൂർവം ചിലർ കൊടുക്കുന്നുണ്ട്. അതല്ല. എങ്ങനെയാണ് ഉത്തമനായ ഒരു MLA ആവേണ്ടത്, എങ്ങനെയാണ് നല്ല ഒരു MP ആകേണ്ടത്, എങ്ങനെയാണ് വാർഡ് മെമ്പർ ആവേണ്ടത്, എങ്ങനെയാണ് കച്ചവടക്കാരനാവേണ്ടത്, എങ്ങനെയാണ് ഭർത്താവേണ്ടത്, എങ്ങനെയാണ് എന്തൊക്കെ ലൈഫ് ഇന്റർഫേസുകൾ ഒരു മനുഷ്യൻ നിർവഹിക്കുന്നുണ്ടോ അതിലൊക്കെ ഉത്തമമായ റോൾ മോഡൽ എങ്ങനെയാണെന്ന് ഫീ സബീലില്ല, ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ വഴിയിൽ അങ്ങനെ ഒരു മനോഭാവമുള്ള മനുഷ്യരായി മറ്റുള്ളവരെ പരിവർത്തിപ്പിക്കുവാൻ വേണ്ടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആത്മീക സംസ്കരണമാണ് പ്രവാചകത്വത്തിന്റെ നിയോഗത്തിന്റെ അടിസ്ഥാന ഉദ്ദേശമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവിടെ രണ്ടും വന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഒരു അടിസ്ഥാനപരമായ റോൾ മോഡലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന വ്യക്തിയും അടിസ്ഥാനപരമായ റോൾ മോഡലാണ്. എന്നൊക്കെ മനുഷ്യർ ഇവിടെയുണ്ടോ മറ്റുള്ളവർക്ക് റോൾ മോഡലാകുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടാകും. അതാണ് ഇസ്ലാമിന്റെ വിജയം. അപ്പൊ ആ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ
എന്റെ ഖലീഫയായി മനുഷ്യനെ നിയോഗിച്ചു എന്ന് പറഞ്ഞത്. ഷാഹിദാണ് ഈ ആൾ. ഈ ആളെ ചൂണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ ചോദ്യം വരിക. നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നല്ലോ. ലിബറലിസവും ഇൻഡിവിജ്വലിസവും യുക്തിവാദവും ടെക്നോളജിയും എഐയും ഈ ചുട്ടുപൊള്ളുന്ന ചുറ്റുവട്ടങ്ങൾക്കിടയിലും പരിശുദ്ധ ഇസ്ലാമിനെ കൊണ്ടു നടന്നിരുന്ന ഈ മനുഷ്യനെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല ആ കാലത്ത്. എന്നിട്ടും എന്താണ് നിങ്ങൾ ആ മനുഷ്യനിൽ മാതൃക കാണിക്കാതെ കാണാതെ മറ്റു നിലക്ക് ജീവിച്ചത് എന്ന് അള്ളാഹു ചോദിക്കുന്ന തരത്തിൽ ഒരു ഉത്തമ പൗരയെ എന്നും ഉണ്ടാക്കുക. ഇതാണ് അടിസ്ഥാനപരമായി ഇസ്ലാമികമായ ദഅവത്തിന്റെ പോലും ഉദ്ദേശം. അപ്പൊ ഞാനൊരു കൺഫ്യൂഷന്റെ ഒരു ഭാഗം പറഞ്ഞതാണ്. അപ്പൊ ഇനി അടുത്തൊരു വിഷയം വരുന്നുണ്ട്. എന്താ?